യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വഞ്ചൂർ കോടതിയിൽ നിന്ന് അമലുണ്ട്. അമൽ, വിവരങ്ങൾ. ആര്യ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ 14 ദിവസം റിമാൻഡിൽ. 22-ാം തീയതി വരെയാണ് രാഹുലിന്റെ റിമാൻഡ്. രാഹുൽ ഉന്നയിച്ച വാദങ്ങളൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. പ്രോസിക്യൂഷൻ വാദങ്ങൾ കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണിപ്പോൾ കേസിലെ 4-ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ജില്ലാ ജയിലിലേക്ക് രാഹുലിനെ അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരും. ഇവിടെ നമ്മളിപ്പോൾ കോടതിക്ക് പുറത്താണ് നിൽക്കുന്നത്. കോടതിക്കകത്ത് രാഹുൽ, അതോടൊപ്പം തന്നെ രാഹുലിനൊപ്പം പി സി വിശ്വനാഥ് എം എൽ എ, മുൻ എം എൽ എ ശബരിനാഥ്, എം വിൻസെന്റ് എം എൽ എ അടക്കമുള്ളവർ കോടതിക്ക് അകത്തുണ്ട്. നിരവധി പ്രവർത്തകരും രാഹുലിനൊപ്പം കോടതിക്കകത്ത് കോടതി നടപടികൾ വീക്ഷിക്കാനായി എത്തിച്ചേർന്നിരുന്നു. അല്പസമയത്തിനകം തന്നെ രാഹുലുമായുള്ള പോലീസ് വാഹനം ഇതിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 20 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൽ പോലീസിന്റെ അറസ്റ്റ് ഇന്ന് രാവിലെ ഉണ്ടാകുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ തിരുവനന്തപുരത്തേക്ക് രാഹുലിനെ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ കൃത്യമായ വാദങ്ങൾ ഉന്നയിക്കുന്നു. പോലീസിന് നേരെ രാഹുൽ പട്ടികകഷ്ണങ്ങളടക്കം ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വനിതാ പ്രവർത്തകരെ അടക്കം മുന്നിൽ നിർത്തി രാഹുൽ ആക്രമണം നയിച്ചു എന്ന കാര്യം പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ പിരിഞ്ഞുപോയ പ്രവർത്തകരെ തിരിച്ചു വിളിച്ച് സംഘർഷമുണ്ടാക്കി. രാഹുലിന് ജാമ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമായിരിക്കും എന്നുള്ളതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പോലീസിന്റെ വാദങ്ങൾ, പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ കേസിലെ 4-ാം പ്രതിയാണ്, പ്രതി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ജാമ്യം നൽകി വിട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ തെളിവ് ശേഖരണവും മറ്റും നടക്കുന്നതിന് മുൻപ് കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ്. ഈ കേസിൽ കോടതിയുടെ നടപടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഈ കേസിൽ പോലീസിന്റെ നടപടികൾ വേഗത്തിലാകുമ്പോൾ ഇനി മുന്നോട്ടുള്ള ഈ കേസിന്റെ പോക്കാണ് ഇതിലും കൂടുതൽ സങ്കീർണമാകാൻ പോകുന്നത്, അല്ല എങ്കിൽ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ കേസിലെ 4-ാം പ്രതി അറസ്റ്റിൽ, 4-ാം പ്രതി റിമാൻഡിൽ. പക്ഷേ 1-ാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, 2-ാം പ്രതി ഷാഫി പറമ്പിൽ, 3-ാം പ്രതി എം വിൻസെന്റ് എം എൽ എ, ഈ 3 പേരും പുറത്തു നിൽക്കുകയാണ്. അവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. പോലീസ് ഇത്ര വേഗത്തിൽ ഇതിന്റെ നടപടിയുമായി പോവുകയാണെങ്കിൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഇനി അവരുടെ അറസ്റ്റ് അടക്കം അനിവാര്യമാണ്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. അവർ സഭയിലെ പ്രതിനിധികളാണ്, സഭാംഗങ്ങളാണ്. അതിനാൽ തന്നെ സ്പീക്കറുടെ പ്രത്യേക അനുമതിയും മറ്റുമൊക്കെ വാങ്ങേണ്ടതുണ്ട്. ചില പരിരക്ഷകൾ സഭാംഗങ്ങൾക്കുണ്ട്. അതൊക്കെ കിട്ടിയ ശേഷം മാത്രമേ അവരുടെ അറസ്റ്റിലേക്ക് കടക്കാൻ കഴിയൂ. രാഹുലിനെ അറസ്റ്റ് ചെയ്തതുപോലെ രാവിലെ വീട്ടിൽ കയറി 5 മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനൊന്നും കഴിയില്ല. അതിന് ചില പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട്. അതൊക്കെ പാലിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് പോകുന്നോ, അവരുടെ അറസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. ഈ കേസിൽ മറ്റ് 30 പ്രതികളുണ്ട്, കണ്ടാലറിയാവുന്ന മറ്റ് 300 പ്രതികളുണ്ട്. അങ്ങനെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയ മർദ്ദനമേറ്റ ഒരു കേസാണ്. പോലീസ് അതിന്റെ ഗൗരവത്തിൽ തന്നെ ആ കേസിനെ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാഹുലിനെ റിമാൻഡ് ചെയ്തതിനാൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾക്കുള്ള ഒരു സാധ്യതയും ഇപ്പോഴുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിഷേധം നടന്നിരുന്നില്ല, മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നിരുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം തലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ആ പരിപാടികൾക്കൊക്കെ കൂടുതൽ സംഘടിത രൂപം കൈവരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പലയിടങ്ങളിലായി സംസ്ഥാനത്ത് വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ കണ്ടതാണ്. പലയിടത്തും നേരിയ തോതിലുള്ള സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയിരുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളത് നേതാക്കൾ പ്രഖ്യാപിക്കുന്നു. വി ഡി സതീശനടക്കം പറയുന്നത് താൻ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ്, തന്നെയും അറസ്റ്റ് ചെയ്യൂ, താനല്ലേ 1-ാം പ്രതി, ജാമ്യം എടുക്കാനില്ല എന്ന കാര്യം പ്രഖ്യാപിച്ച് സതീശൻ നിലപാട് വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ താനല്ലേ 2-ാം പ്രതി, തന്നെയും അറസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം നടപടികളിലേക്കൊക്കെ പോലീസിന് ഇനി എങ്ങനെ പോകാൻ കഴിയുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ റിമാൻഡിലേക്ക് പോകുകയാണ് എങ്കിൽ കൂടി ഇത് രാഹുലിനും യൂത്ത് കോൺഗ്രസിനും ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന നീക്കമായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയത്തെ സജീവമാക്കി, രാഹുലിന്റെ അറസ്റ്റിനെയും റിമാൻഡിനെയും സജീവമാക്കി നിർത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഈ കോടതി നടപടി ഇത്രയും വൈകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏകദേശം 11:30 മണിയോടുകൂടി ആരംഭിച്ച കോടതി നടപടികളാണ്, അതാണ് ഇത്രയും അധികം സമയം ഇങ്ങനെ നീണ്ടുപോയത്. എന്തായാലും ഇപ്പോൾ നമുക്ക് കോടതിയിൽ നടന്ന വിവരങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ നിന്നും പ്രോസിക്യൂഷന്റെ വാദം ഏത് തരത്തിലായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും, പ്രതികരണങ്ങൾ ലഭിക്കും. പ്രോസിക്യൂട്ടറുണ്ട്.